വെൽക്കം ടു IP വ്ളോഗ്സ്. അപ്പോൾ നമ്മളെ ഞാൻ എൻ്റെ കയ്യിൽ ഒരു മൺവെട്ടി ഉണ്ട്, ഞാൻ ഇങ്ങനെ തോളി തൂക്കിയിട്ടുണ്ട്. അമ്മ പിറകെ വരുന്നുണ്ട്. അമ്മയുടെ കയ്യിൽ എന്താ മോള? ഇത് കോവ, ഇത് അടുത്ത വർഷത്തേക്ക് കായ്ക്കും. നമ്മളവിടുന്ന് മുകളിൽ നിന്ന് വെട്ടിക്കളഞ്ഞ കോവയാണ് കേട്ടോ. കോവ മറ്റേ കോവയ്ക്ക ഉപ്പേരി കഴിക്കുന്ന സാധനം. അപ്പോൾ അത് വെട്ടിക്കളഞ്ഞ വള്ളി അമ്മ കളയാതെ എടുത്തുകൊണ്ട് വരുവാണ് കേട്ടോ. ഇത് നമ്മൾ താഴെ നമുക്ക് പഴയൊരു വീടുണ്ടായിരുന്നേ. അപ്പോൾ അത് പൊളിച്ച് കളഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൻ്റെ തിട്ട മാത്രമേ അവിടെ ഉള്ളൂ. ഞാനൊക്കെ ജനിച്ചു വളർന്ന അവിടെയാണ്. ഒരു ഓലമേഞ്ഞ വീടായിരുന്നു. അടിപൊളിയായിരുന്നു അല്ലേ അവിടെ? നല്ലതായിരുന്നു. പക്ഷേ അതിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ആ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അടിപൊളിയല്ലേ? നല്ല കാടും കിളികളുടെ സ്വരവും പിന്നെ നമ്മളെ സൗണ്ടും എല്ലാം കൂടെ ആയപ്പോൾ അടിപൊളി. ഇപ്പം നമ്മളുള്ളത് നമ്മുടെ പഴയ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ്. എന്താ ഈ പുറകെ കാണുന്നതാണ് നമ്മുടെ പഴയ വീട്. സംഭവം അവിടെ ഇപ്പോൾ വീടില്ല, പൊളിഞ്ഞു പോയി. കാട് പിടിച്ച് കിടക്കണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ അത് കാടൊന്നുമല്ല. ഇത് അമ്മയുടെ കൃഷിയാണ്. അമ്മ എന്ത് കൃഷി ചെയ്താലും ഇങ്ങനെയാണ്. അവസാനം അതൊരു വലിയ കാടായിട്ട് മാറും അല്ലേ അമ്മ? ഈ കാപ്പിയിലോട്ട് നടായത് കാപ്പിയുടെ മൂട്ടിൽ. അപ്പോഴേ ഞാൻ ഈ നമ്മാട്ടി ഒന്ന് തറയിലോട്ട് വയ്ക്കട്ടെ. അമ്മ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതിൽ ഈ കോവള്ളി അമ്മ എങ്ങോട്ട് കിടന്നമ്മ? കാപ്പിയുടെ മൂട്ടിൽ. നമുക്കിവിടെ കുറേ കാപ്പി ഉണ്ട് കേട്ടോ. നമ്മൾ പണ്ടേ നട്ട് വളർത്തിയ സാധനങ്ങളാണ്. ഇതാരമ്മ കേട്ടോ കാപ്പിയൊക്കെ? അത് അപ്പൂപ്പാച്ചൻ. അപ്പൂപ്പാച്ചന് എന്ന് പറയുമ്പോൾ ഇതിന് ഏകദേശം എത്ര കൊല്ലം പഴക്കം കാണും? ഇതിനൊരു 10-50 കൊല്ലമൊക്കെ പഴക്കം. 50 കൊല്ലം പഴക്കം. അവിടെ നമുക്ക് ആ സൈഡിൽ ഈ സൈഡിലൊക്കെ കാപ്പി ഉണ്ട് കേട്ടോ. അമ്മ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നട്ട് വളർത്തിയ സാധനങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 50 കൊല്ലത്തോളം പഴക്കമുണ്ടല്ലേ അമ്മ? 50 കൊല്ലത്തോളം പഴക്കമുണ്ട്. ഇതൊരു വലിയ മരമായിട്ടുണ്ട് കേട്ടോ. ഈ മരത്തിൻ്റെ ആ തണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര കൊല്ലം പഴക്കമുണ്ടെന്ന്. ഇത് കണ്ട ഈ കാപ്പിയിൽ കുറേ പഴയ ഉടുപ്പുകളും ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാണ് അമ്മ ഇട്ട് വെച്ചേക്കുന്നത്? പന്നി വരാതെ. പന്നി എന്തായാലും ഇതിൻ്റെ അടുത്ത് വരും. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ പന്നി ഇതിലൊന്നും ചെയ്യൂലെന്നാണ് അമ്മ പറയുന്നത്. പിന്നെ ഈ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഇവിടെ വേറെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റൂല കേട്ടോ. ഈ പന്നി ഉള്ളത് കൊണ്ട് അത്യാവശ്യം പ്രശ്നമാണ് ഇവിടെ വേറെ ഒന്നും നട്ടു വളർത്താൻ പറ്റൂലേ? ഒരെണ്ണം നടാക്കൂലേ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാപ്പികൾ നിറച്ച് കായ്ക്കും കേട്ടോ. നിറച്ച് കായ്ക്കും, അതേപോലെ വീണ് പോവുകയും ചെയ്യും. നമ്മളാരും ഇതൊന്നും എടുക്കൊന്നുമില്ല. പണ്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കാപ്പിയുടെ കുരുവൊക്കെ എടുത്ത് മറ്റേ ഇടിച്ച് പിഴിഞ്ഞ് ഇടിച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വറുത്തിട്ട് അമ്മിക്കല്ലി പൊടിക്കും. എന്നിട്ട് നമ്മൾ കാപ്പി ഇട്ട് പൊടിക്കും. പൊടിക്കുമ്പോൾ നല്ല രുചിയാണ്. പൊടിക്കാൻ കുറച്ച് ജോലിയുണ്ട്. എന്നിട്ട് അതിന് കാപ്പി ഇടുമ്പോൾ നല്ലതാണ്, അടിപൊളിയാണ്. ഞാനങ്ങണ്ട് പണ്ടൊക്കെ കുടിച്ചിട്ട് ഓർമ്മയുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു തോന്നും. ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം കംപ്ലീറ്റ് കാപ്പി ആയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ജാതിമരം നിൽപ്പുണ്ട്. ജാതിമരം അമ്മ ഇതെല്ലാം അമ്മ നട്ട് വളർത്തിയല്ലേ അമ്മ ഇതിൻ്റെ അകത്തിരിക്കണത്? അത് കുറച്ചൊക്കെ തനിയെ പൊടിച്ചത്. പിന്നെ പുളിഞ്ചി, പിന്നെ ജാമ്പ, ഇതൊക്കെ നട്ടത്. ജാമ്പ, മാവ്. ഇത് നമ്മുടെ പഴയ ബാത്റൂമായിരുന്നു. ഇടിച്ചു പൊളിഞ്ഞിങ്ങനെ അല്ലേ അമ്മ? ഇതിനൊക്കെ കുറേ നൊസ്റ്റാൾജിയ പറയാനുണ്ട് കേട്ടോ. മുട്ടപ്പഴം നിൽക്കുന്നുണ്ട്. എവിടെ? ഇത് നമ്മുടെ മുട്ടപ്പഴമാണ് കേട്ടോ. ഇതിന് പല നാട്ടിലും പല പേരായിരിക്കും പറയുന്നത്. പക്ഷേ ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. ഇതിലൊരു മഞ്ഞ കളറിലൊരു പഴം വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി ഉള്ളൊരു അഭിപ്രായമാണ് കേട്ടോ. പണ്ട് ഇത് എന്താണ് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് എന്തരാണക്ക് ഒരു ചെവയായിട്ട് തോന്നുന്നത്. പിന്നെ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് വല്ലപ്പോഴും കിട്ടുമ്പോഴത്തേക്ക് റയറായിട്ട് കിട്ടുന്നതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളതായിട്ടൊക്കെ തോന്നും. അടിപൊളിയാണ്. പറിക്കാൻ പാടായിരിക്കും. അല്ലെങ്കിൽ ഈ പ്ലാവിൽ കിടണം, പറിക്കത്തില്ല. കാപ്പിയിലിട്ട് കഴിഞ്ഞാൽ കാപ്പി വാഴി പോകൂലേ? കാപ്പി പറിക്കാൻ പാടാണ്, കുരു പറിക്കാൻ. നമുക്ക് ഇത് വേറെ അങ്ങോട്ട് അണ്ടാ അതിന്റെ ബാത്റൂമിന്റെ തിട്ടയിലോട്ട് നട്ടു കൊടുത്ത് അതിൽ പടർന്നും കിടക്കും. അതിന്റെ മണ്ടേ കമ്പ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതിലോട്ട് നടാം. അപ്പം നമ്മൾ ഇവിടെ നടാനുള്ള പ്ലാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ബാത്റൂമിന്റെ സൈഡിലോട്ട് നടാം. അതാകുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നിന്നൊക്കെ പറിക്കാൻ പറ്റും. അതിൽ കുറേ മുളകുള്ളിയൊക്കെ പടർന്ന് കിടപ്പുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റി കിടന്നു. അമ്മ ഈ വീട്ടിന് എത്ര കൊല്ലം പഴക്കം ഉണ്ടായിരുന്നു അമ്മ? നമ്മളിവിടെ താമസിച്ചിരുന്ന വീട്ടിന് ഇതൊരു 10-80 കൊല്ലമൊക്കെ വരും. 80 കൊല്ലോ? അത്ര വരുള്ളൂ? 80 അല്ലെങ്കിലും ഉള്ളടെ. തന്നെയുടെ 80 അല്ല, 100 വർഷമൊക്കെ വരും. 100 കൊല്ലം പഴക്കം. അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ഉണ്ടാക്കി. ഇത് ആര് ഈ വീട് വെച്ചതാരാണ്? വെളിയിൽ നിന്നുള്ള മേശിരിയായിരുന്നു അല്ലല്ലോ? വലിയമ്മച്ചി അപ്പൂപ്പനും കൂടെ. അവർ രണ്ടുപേരുടെ എന്റെ കഥ പറഞ്ഞാണ്. വലിയമ്മയും അപ്പൂപ്പനും കൂടെ വെച്ചതാണ്. അവരെങ്ങനെ? ചെറിയ വീടായിരുന്നു. പിന്നെ വലിയമ്മ പട്ടാളത്തിൽ പോയിട്ട് കുറേ പൈസയും കൊണ്ടുവന്ന് കുറേ മണ്ണൊക്കെ ഒഴിപ്പിച്ച് വേറെ കുറച്ച് മുറിയും കൂടെ ആക്കി. എന്നിട്ട് ഓല എങ്ങനെയാണ് വീടുണ്ടാക്കിയേക്കണം? മണ്ണ് വെച്ചിട്ട് തിട്ട കെട്ടിയല്ലേ ചവിട്ടി വെക്കും. ചവിട്ടി വയ്ക്കുമല്ലേ? ചവിട്ടി എന്നിട്ട് അവസാനം മേളിൽ ഓലയായിരുന്നു. എന്നിട്ട് അമ്മാമ്മ മരിച്ച് 2010 ആഗസ്റ്റ് 6-ാം തീയതി അമ്മാമ്മ മരിക്കണം. അമ്മാമ്മ മരിച്ചപ്പോഴത്തേക്ക് ഓലയൊന്നും മുടഞ്ഞ് കെട്ടൊക്കെ ഇല്ല. അങ്ങനെയാണ് ഇത് പാഴിപ്പോയത്. ഈ സത്യം പറഞ്ഞാൽ അമ്മാമ്മ മരിച്ചതിന് ശേഷമാണ് ഇത് അങ്ങോട്ട് എന്തിനാണ് പിന്നെ ആരും മെയിൻ്റെനൻസ് ചെയ്യാൻ പോവാത്തത് കേട്ടോ. അപ്പം അതിന്
സത്യം പറഞ്ഞാൽ അന്നേ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് ഇടാൻ പറ്റിയിരുന്നെന്നുണ്ടെങ്കിൽ പറ്റൂലായിരുന്നു, പക്ഷെ പറ്റിയിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോഴിത് കാണാൻ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടായേനെ. ഈ ഏരിയയിൽ എങ്ങും ഒരു ഓലമേഞ്ഞ വീടില്ല. ഈ ഏരിയയിൽ നിന്നല്ല, സത്യം പറഞ്ഞാൽ അപൂർവമാണ്. കേരളം ഈ നാട്ടിൽ തന്നെ ഭയങ്കര അപൂർവമെന്ന് പറഞ്ഞാൽ ഭയങ്കര അപൂർവമാണ്. എൻ്റെ കണ്ണിൽ കാണാൻ പോലും ഇല്ല ഇങ്ങനത്തെ ഒരു ഓലമേഞ്ഞ വീട്, കാണാൻ പോലും ഇല്ല. ഈ പുറകെ കാണുന്നത് നമ്മുടെ കിണറായിരുന്നേ. ഇപ്പോഴും നമ്മുടെ കിണർ തന്നെ, പക്ഷെ ഉപയോഗിക്കാത്തതുകൊണ്ട് ഇങ്ങനെ മൂടി ഇട്ടേക്കാണ് കേട്ടോ. അരിയിൽ ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ മൂടി കിടപ്പുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ കിണറില്ല കേട്ടോ, മുകളിലത്തെ വീട്ടിൽ. അപ്പോൾ ഈ കിണർ വൃത്തിയാക്കിയിട്ട് ഇവിടെ നിന്ന് ഒരു മോട്ടർ വെച്ചിട്ട് പമ്പ് ചെയ്ത് അങ്ങോട്ട് വീട്ടിലെത്തിക്കാനുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പം അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉടനെ സെറ്റപ്പ് ആക്കണം അല്ലേ അമ്മ? ഓ നല്ല വെള്ളം, അതാണ് അടിപൊളി വെള്ളം കേട്ടോ. അതിൻ്റെ അകത്ത് അടിയിൽ പാറയാണ്, ഒരിക്കലും പറ്റിയില്ലല്ലോ, പറ്റൂല. പണ്ടുള്ള കിണറിൻ്റെ ഒക്കെ സൈഡിൽ ഇതുപോലൊരു എന്തിനാണമ്മ ഇതിനെ പറയണ ഒരു ടാങ്ക് കാണും കേട്ടോ. ഈ ടാങ്കിന്റെ ഉപയോഗം എന്തിനാണമ്മ? ഈ ടാങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ ബാത്റൂം ഒരു പൈപ്പ് കൂടെ ഇട്ടായിരുന്നു. അതെന്താണെന്ന് അറിയാമോ? ഈ ടാങ്കിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാങ്ക് ഒരു പൈപ്പുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ഒരു ഹോളുണ്ട് കേട്ടോ. ഈ ഹോളിൽ നിന്ന് ഒരു പൈപ്പ് ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ. ഈ പൈപ്പ് ഇങ്ങനെ പോയിട്ട് ആ ബാത്റൂമിൽ വേറൊരു ടാങ്ക് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ബാത്റൂമിൻ്റെ അകത്ത് ഉണ്ട് വേറൊരു ടാങ്ക് ഉണ്ട്, കണ്ടുണ്ട്. ഈ ഒരു ടാങ്ക് ഉണ്ട്. ഈ ഒരു ടാങ്കിൽ ആ പൈപ്പ് വന്ന് കണക്റ്റ് ആവും. അപ്പോഴത്തേക്ക് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഇറക്കത്തിലാണ് ഇരിക്കുന്നത്, അത് കുറച്ച് ഉയരത്തിലാണ് ഇരിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കൂലേ? അന്ന് മോട്ടറൊന്നുമില്ല, മോട്ടറും പിന്നെ ഗ്യാസ് അടുപ്പും കറണ്ടും ഒന്നുമില്ല. ഇത്രയും വർഷം ഇവിടെ കറണ്ട് ഇല്ലാതെയാണ് ജീവിച്ചു പോയത്. നമ്മൾ ചിമ്മിനി വെട്ടത്തിലാണ് പഠിച്ചത്. ചിമ്മിനി എത്തിച്ചു. ഞാൻ പഠിച്ചൊന്നുമില്ല, ഉറക്കരുത് കംപ്ലീറ്റ് ടൈം. അങ്ങനെ വിറവുണ്ട്, തീയത്തിപ്പ്, ഉറി, അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഉറി. അപ്പൊ നമ്മൾ ഈ വെള്ളം കോരി ഇതിലൊഴിക്കുമ്പോൾ നേരെ അതിൽ ചെല്ലും, അവിടെ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കും. അതാണ് പരിപാടി. ഫാനൊന്നുമില്ല. ഓലമേഞ്ഞ കെട്ടിടമായോണ്ട് ചൂടില്ലായിരുന്നല്ലേ? മഴ പെയ്യുമ്പോ 6 മാസം ആകുമ്പോൾ ചോന്ന് വെള്ളം 6 മാസമൊക്കെ ഇരിക്കുമോ? ഈ ഓല മേഞ്ഞിട്ട് 6 മാസമൊക്കെ മാക്സിമം ഇരിക്കുള്ളൂ കേട്ടോ. 6 മാസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ നേരെ അകത്താണ്. കിടന്നുറങ്ങാനും പറ്റൂല. രാത്രിയൊക്കെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം വന്ന് വേണ്ടിട്ട് എണീക്കും. ചിലപ്പോ ഓലയും പിടിച്ചോണ്ട് ഓല 6 മാസം ആകുമ്പോ ഓല പോകും. 6 മാസം ആകുമ്പോൾ ഓലയാവും. 6 മാസം ആകുമ്പോഴത്തേക്ക് ഓലയൊക്കെ അങ്ങ് പോകും. പിന്നെ ചിലപ്പം മഴ പെയ്യുമ്പോഴത്തേക്ക് അകത്ത് കൊടയൊക്കെ പിടിച്ചോണ്ടിരിക്കും. 10,000-4,000 രൂപ വേണം വീണ്ടും മണ്ട കെട്ടണം. അങ്ങനെ ഒരു കാര്യം കൊണ്ടുണ്ട്. പിന്നെ അച്ഛൻ ഉള്ള സമയത്ത് അച്ഛനാണ് ഇതിന്റെ ഓലയെല്ലാം കെട്ടിക്കൊണ്ടിരുന്നത്. 10,000-5,000 രൂപയാവും ഓല കെട്ടാൻ. അടിച്ചു വാരി തൂക്കണം. അമ്മയൊക്കെ ഓല മുടഞ്ഞിട്ട് അമ്മയും അമ്മാമ്മയും കൂടെ ഒക്കെ ഇരുന്നാണ് ഓലയൊക്കെ മുടഞ്ഞിട്ട് ഈ വീട്ടിന്റെ ഓലയൊക്കെ കെട്ടിക്കൊണ്ടിരുന്നത്. അമ്മ അത് നട്ടാ അമ്മ? ഇങ്ങനെ ഒരു മൂട് കോവത ഈ ഒരു കണിക്കൊന്നല്ല, അല്ലാതെ ചീമക്കൊന്നേലേ അമ്മ? ചീമക്കൊന്നേല മൂട്ടിൽ നട്ടിട്ടുണ്ട് കേട്ടോ. അമ്മ ഈ ത്രാപ്പ് ഇത് അച്ഛന്റെ കയ്യില് അല്ല, ഇത് ഈ ത്രാപ്പ് ഇതിൽ കെട്ടിയിട്ടേക്കണത്? ഓ, അത് അച്ഛൻ ഉള്ളപ്പോഴേക്കെ ഉള്ള. അച്ഛൻ ഉള്ളപ്പോഴേ കെട്ടി തൂക്കിട്ടേക്കണ? അച്ഛൻ കയറിയതാ? അച്ഛൻ കയറിയിട്ടുണ്ട് ഇതില്. എന്റെ അമ്മു, ഇത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇത് കണ്ട, ഇത് ദാണ്ട് ഈ കെട്ടി തൂക്കിട്ടേക്കണുണ്ട. ഇത് സംഭവം അച്ഛൻ ഉള്ള സമയത്ത് അച്ഛൻ തെങ്ങി കയറാനായിട്ട്, അച്ഛൻ തെങ്ങിലേക്ക് കയറുമായിരുന്നു കേട്ടോ. അപ്പൊ അച്ഛൻ തെങ്ങി കയറാനായിട്ട് ഉപയോഗിച്ചിരുന്ന ത്രാപ്പാണ് കേട്ടോ. എന്റെ പൊന്നു, കണ്ടപ്പോ എന്തോ ഒരു സന്തോഷം. ഈ അച്ഛൻ മരം കയറുന്ന കാണുമ്പോഴത്തേക്ക് എനിക്കും കൊതിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഇങ്ങനത്തെ സാധനമൊക്കെ കെട്ടി ത്രാപ്പൊക്കെ കെട്ടിയിട്ട് മരത്തിൽ കയറും. പക്ഷെ തിരിച്ചിറങ്ങാനായിട്ട് എനിക്ക് ഞാൻ പാടുപെടും. പിന്നെ തുടയൊക്കെ വരെ ഞാൻ അത്രയും മുറിഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. അച്ഛൻ കിണറ്റിനകത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലേ അമ്മ? പിന്നെ ഈ കിണർ വലിയ താഴ്ചയൊന്നുമില്ല. ഒരു എത്ര തൊടിയാണോ അമ്മ? 17 ഒരു 17 തൊടിയേ ഉള്ളു കേട്ടോ. വലിയ താഴ്ചയൊന്നുമില്ല. 14 തൊടി കണ്ടേ ഉള്ളൂ. എന്തായാലും വലിയ താഴ്ചയൊന്നുമില്ല. ഇനിയിപ്പോൾ എത്ര താഴ്ച ഉണ്ടെങ്കിലും അച്ഛൻ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അച്ഛനാണ് ഇത് കൂടെ വൃത്തിയാക്കുന്നത്. ഈ കിണറൊക്കെ ഇറക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇറക്കണത് അച്ഛനായിരുന്നു കേട്ടോ. ഞാൻ ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം. എന്തൊക്കെ സൗണ്ടൊക്കെ എൻ്റെ അന്ന് മൂർക്കം പാമ്പിനെയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഉയ്യോ, അത് കരിയില്ല, അത് വെള്ളമൊക്കെ ഉണ്ട്, അടിപൊളി. പക്ഷേ ഇത് കരിയില കൊണ്ട് മൂടി ഈ നെറ്റൊക്കെ മാറ്റി നമ്മൾ വൃത്തിയാക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം സെറ്റ് ആക്കും അല്ലേ അമ്മ? ഇത് ഇറക്കണം, അപ്പോഴേ കൊള്ളാവുള്ളൂ. ഇറക്കുമ്പോൾ അടിപൊളിയായിരിക്കും. അതിനകത്ത് തൊളിയൊന്നുമില്ല. നമ്മളെ ഇപ്പം നടാൻ വേണ്ടിയിട്ട് കുറേ വാളതീരെ വിത്ത് അങ്ങനെയുള്ള കുറച്ച് വിത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി നടണം. നീ കൊച്ചിലേട്ട മാവ് ഉണ്ട് അതിന്റെ ഇടയ്ക്ക്. ഞാൻ കൊച്ചിലേട്ട മാവാ? അത് വളരണില്ല, അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക്. നിങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ അത് ചെറുതില് വളരണില്ല, അമ്മ എന്നെ അപമാനിച്ചതുണ്ട്. എവിടെ ദാ നിൽക്കണ ഒരു പൊടി മാവ്, എവിടെ? അതിന്റെ ഇടയ്ക്കായിട്ടാണ്. ഞാൻ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. കണ്ട്
ഞാൻ എത്ര വയസ്സുള്ളപ്പോഴും 4 വയസ്സൊക്കെ ഉള്ളപ്പോ ഞാൻ 4 വയസ്സുള്ളപ്പോഴത്തേക്ക് സ്കൂളിൽ പോകുന്ന വഴിക്ക് എനിക്കൊരു മാങ്ങ കിട്ടിയായിരുന്നു കേട്ടോ വഴിയിൽ നിന്ന്. അപ്പം മറ്റില്ല നീളമുള്ള മാങ്ങയാണ് മൽഗോവി അങ്ങനെ എന്തെങ്കിലും തന്നെ പറയുന്നത്. മാവ് അങ്ങനെ ആ മാങ്ങര മറ്റേ ആ സാധനം മാങ്ങാണ്ടി ഞാൻ കൊണ്ട് നട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് എവിടെ ഇതാ എന്റെ പൊന്നെ എനിക്ക് ആ 10-25 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാ ഇത് കണ്ട ഇത്ര ആയതേ ഉള്ളൂ കേട്ടോ. ഇതാണ് ആ മാവിന്റെ മൂട്. അതിന്റെ ഇടയ്ക്കായിട്ടാണ് നാരങ്ങോ അതെ ഇത് ഒത്തിരി വർഷമായി. ഇതായിരുന്നു നട്ടത്? അത് ഞാൻ നട്ട. നിങ്ങൾ എത്ര വയസ്സുള്ളപ്പോ നട്ടത്? ഞാൻ വയസ്സൊന്നും അറിഞ്ഞില്ല. എന്റെ പൊന്നെ അത് കായ്ക്കണില്ല. എന്നാലും ഞാൻ നട്ട മാവ് ഈ മാവിന് 25 കൊല്ലത്തോളം പഴക്കമുണ്ട്. ഇത് ഇതിന്റെ ഇടയിലായോണ്ടാണ് കായ്ക്കാത്തത്. 20 വർഷമൊക്കെ വരും. 5 കൊല്ലം ഞാൻ കയറ്റി പറഞ്ഞു. അപ്പൊ ഒരു 20 വയസ്സോളം പഴക്കം ഈ മാവിനുണ്ട്. അത് ഇതിന്റെ ഇടയിലായോണ്ടാണ് കായ്ക്കാത്തത്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലത് ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരെന്നെ ടൂക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ അത് പറയാത്തത്. ഇവരത് കണ്ടുപിടിച്ച് പറഞ്ഞേക്കും. അടിപൊളി തണുപ്പാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. ഇത്രയും കാട് ആയിട്ട് നിൽക്കണോണ്ട് അടിപൊളിയാണ് അല്ലേ അമ്മ? ഒരു ശല്യമില്ല ഇവിടെ താമസിക്കാൻ. ഇവിടെ താമസിച്ചോണ്ടിരുന്നപ്പോൾ അടിപൊളിയായിരുന്നു. ഒരു ശല്യം ഇല്ലായിരുന്നു, ആരെ ശല്യം ഇല്ലായിരുന്നു. അന്ന് ഈ വലുതായിട്ട് പന്നിയൊന്നും ഇല്ലായിരുന്നു അല്ലേ? പന്നിയില്ല. നമ്മൾ താമസിച്ചോണ്ടിരുന്നപ്പോൾ വലിയ പന്നിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറെ വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ പന്നിയൊക്കെ വന്നു തുടങ്ങി. ഇതുണ്ടാ ഞാൻ നട്ട പുളിഞ്ചി, ഞാൻ നട്ട ആനപ്പുളിഞ്ചി. അപ്പൊ ഞാൻ നട്ടതൊന്നും ഇല്ല. ഇതാണ് അമ്മ നട്ട പുളിഞ്ചി. ഇത് ആനപ്പുളിഞ്ചി. ഇത് അമ്മ നട്ട ആനപ്പുളിഞ്ചിയാണ് കേട്ടോ. ആനയെ പോലെ വളർന്ന്, പക്ഷെ ഇതില് കായൊന്നുമില്ല. കായ്ക്കാറായില്ലേ? വെയില് കുറവ്. ഇത് അമ്മ നട്ട പുളിഞ്ചി, ഇത് അമ്മ നട്ട ജാതി, ഇത് അമ്മ നട്ട കാപ്പി, ഇത് അമ്മ നട്ട അടയ്ക്കാമരം, ഇത് അമ്മ. നീ എന്തൊക്കെ ജാതികളുണ്ട്. ജാതി ഇവിടെ കണ്ട കംപ്ലീറ്റ് എന്താണ് അമ്മേരെ കൃഷിയാണ് കേട്ടോ. ജാമ്പയുണ്ട്, ജാതി മരം, കാപ്പി, പുളിഞ്ചി, അടയ്ക്കാമരം, പുളിഞ്ചി, മഹാഗണി, ചീര. റംബുട്ടാനല്ല റംബുട്ടാൻ. റംബുട്ടാനാ? റംബുട്ടാൻ. എവിടെ? പുളിഞ്ചിയുടെ ഇടയ്ക്ക് വിട്ടോണ്ട കണ്ടില്ലേ? എവിടെ? ഇടയ്ക്ക്. ആ ഇത് അമ്മ നട്ട റംബുട്ടാനാണ്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടിസ്ഥാനമൊക്കെ തുറന്നിട്ട് ഇതാ ഇതിനകത്ത് 3 ഹോളുണ്ട് കേട്ടോ. ഇതിനകത്ത് പെരിച്ചാഴിയല്ലേ അമ്മ? പന്നിയാ ഇതിൻ്റെ അകത്ത്. മണ്ടത്തരം വിളിച്ച് പറയല്ലേ അമ്മ? നമുക്ക് ലൈറ്റ് അടിച്ച് നോക്കിയാലോ. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പെരിച്ചാഴിയാണെന്ന്. എന്തായാലും കൂടുതൽ അങ്ങോട്ട് അടുക്കാൻ നിൽക്കണ്ട, പാമ്പാണെങ്കിൽ പണി കിട്ടും. എല്ലാം കണ്ടു അമ്മ. ഇവിടെ നിന്നാ തെങ്ങ് പാഴിപ്പോയമ്മ? അതൊക്കെ പോയി, ഒടിഞ്ഞു പോയി. അയ്യോ. പിന്നെ മുളം തെയ്യം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മുളം കൊണ്ട് വെച്ചേക്കണല്ലേ. 2 മാവ് നല്ലത് കൂടാട്ടിരുന്നു, അത് പന്നി കുത്തി ഒടിച്ചളഞ്ഞു. ശരിയാണ്. ഇവിടെയൊക്കെ നട്ടിരുന്ന മാവൊക്കെ നോക്കിയാണ് പന്നി കാണിച്ചു വെച്ച പരിപാടിയാണ്. 2 എണ്ണം ഉണ്ടായിരുന്നു. പന്നിയുണ്ട് ഇതിന്റെ പകുതി അതിന്റെ മണ്ട വെച്ച് തിന്നോണ്ട് പോയിരിക്കുന്നു. 2 ഇത് വലുതായി നിന്നാണല്ലേ? പിന്നെ ഇപ്പൊ കായ്ക്കാറായിരുന്നു. എവിടെ? ഇതിന്റെയൊക്കെ മണ്ട ഉണ്ടോ? പന്നി ഒടിച്ചോണ്ട് പോയി. പന്നി ഒന്നും സമ്മതിക്കില്ല. പന്നി മാരക സീനാണ് കേട്ടോ. അമ്മ ഇപ്പൊ എവിടെ എന്തിരിയാൻ പോകും? ഞാനാ കോവയും കൂടെ നടാൻ. അതിന് പിന്നെയാണോ നമ്മക്ക് അങ്ങോട്ട് പോവാ? എവിടെ? അങ്ങോട്ട്. ഇനി ഞാനേ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇനി അതാണ് പഴകിയ കാപ്പിയാണ്. ഇതൊക്കെ പഴക്കം ചെന്ന കാപ്പിയാണ് കേട്ടോ. ഞാൻ കാണിച്ചത് ഇതാണ്ടേ. ഇതിന്റെ ഇടയിൽ കണ്ടോ അത്രയും കാപ്പിയുടെ തൈകളാണ് കേട്ടോ. ഈ തറ മുഴുവൻ. ഇത് ഏറ്റവും ചെറുത്, ഇത് കുറച്ചുകൂടെ വലുത്, അത് ഏറ്റവും വലുത്. ഇതിന്റെ മക്കളാണ് ആ തറയിൽ നിന്നതെല്ലാം. ഇവിടെ അത്രയും കാപ്പിയുടെ തൈ പോയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ ഒന്ന് പുഴുതുകൊണ്ട് വയ്ക്കോട്ടെ, ആരും ഒന്നും പറയില്ല. ഇത് കണ്ട ഒരു കാപ്പി മരത്തിന്റെ ശിഖരങ്ങൾ പോയേക്കണ പോക്കുണ്ട്. ഇതാണ് കാപ്പി മരം. ഇതല്ല കേട്ടാ, ഇത് റബ്ബർ. കാപ്പിയുടെ തൈ കണ്ട. കാപ്പിയുടെ തൈ എനിക്ക് തോന്നുന്നു കാപ്പിയുടെ തൈ വിറ്റ് കഴിഞ്ഞാൽ കോടീശ്വരനാവും നമ്മൾ. പിന്നെ ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട. ഇതാണ് നമ്മുടെ അച്ഛൻ അടക്കിയിരിക്കുന്ന സ്ഥലം കേട്ടോ. അച്ഛൻ എവിടെയാണ്? ഇതൊക്കെ വലിയ കഥയാണ് കണ്ട അല്ലേ? വലിയമ്മയുണ്ട്, അപ്പൂപ്പയുണ്ട്, പിന്നെ അമ്മാമ്മയുണ്ട്.
ഇവിടെ നമ്മൾ ഇടയ്ക്ക് വരുമ്പോഴത്തേക്കും വൃത്തിയാക്കി ഇടാറുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വലിയ കാടില്ലാത്തത്. ഇത് നമ്മൾ കണ്ട് ഇവിടെ കുറച്ച് കണ്ട് ഈ ഷീറ്റൊക്കെ വെച്ച് മറച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പന്നി കയറിയിട്ട് ഈ തെങ്ങും തൈയും ഈ ചേമ്പ് ഇതെല്ലാം നശിപ്പിച്ച് കളയും കേട്ടോ. ഇതെല്ലാം കുഴിച്ച് തോണ്ടി വൃത്തികേടാക്കി. അതുകൊണ്ടാണ് നമ്മൾ ഈ ബോർഡൊക്കെ എടുത്ത് വെച്ച് അടച്ചു. ഇതിലിങ്ങനെ വന്ന് തട്ടുമ്പോഴത്തേക്ക് സൗണ്ട് കേൾക്കില്ല, ബാക്കിയൊന്നും കയറത്തില്ല. ബാക്കി എല്ലാവരും തെങ്ങും കൊടുത്തു കളഞ്ഞു. ഇനി നമ്മുടെ ഈ പെരേടത്തിൻ്റെ കംപ്ലീറ്റ് ഒരു സറൗണ്ടിങ് കാണിച്ചു തരാം. കണ്ടോ, ഇത് ഇത്രയും നമ്മുടെ പെരേടം അല്ല, കുറേയൊക്കെ പലരുടേതാണ്. പക്ഷെ എന്നാലും കാണാൻ നല്ല രസമില്ല. പിന്നെ നമ്മുടെ വീട് ഉണ്ടായിരുന്ന സമയത്തേ ഉള്ളൊരു വീട് കാണിച്ചു തരാമേ. അമ്മ ഈ വീട് ഓല മേഞ്ഞ വീടായിരുന്നു അമ്മ? ഓലയായിരുന്ന ഓല മാറ്റി ഇങ്ങനെ ആക്കിയതാണല്ലേ. നമ്മളെ വീട് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന വീടാണ് ഇത്, അങ്ങനെ ഈ കാണുന്നത് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഷീറ്റ് ഇട്ടേക്കുവാണ്. പക്ഷേ നമ്മളെ വീടുണ്ടായിരുന്ന സമയത്ത് ഇത് ഓലയായിരുന്നു. എന്താണ്ട് അതിനപ്പുറത്തൊരു വീട് ഇട്ടേക്കുന്നുണ്ട്, ആ വീട് ഓലയായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇപ്പം ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അത് ടാർപ്പ് ഇട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുത്തെ കുറച്ച് കൃഷിയും പരിപാടികളൊക്കെ ആയിട്ട് നടക്കട്ടെ. ഇനി ക്യാമറ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടികളൊന്നും നടക്കില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.